പിന്നെ കൊടംപുളി, ക്യാരറ്റ്, മാങ്ങ ഒരു അച്ചാറാണ്. അതിലേക്ക് ഫസ്റ്റ് ഉരുവിടണം. എണ്ണയിലാണ് ഇത് പരിപാടി. ഉരുവിടണം. അത് കഴിഞ്ഞ് പിന്നെ കടുക്, ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇടണം. അതൊക്കെ ഇടണം. അതെല്ലാം ഇട്ടിട്ട് വഴറ്റുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞാൽ അത് മൂത്ത് വരുമ്പോൾ 2 ടീസ്പൂണ് മുളകും പൊടി, കുറച്ച് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് അതൊക്കെ ഇട്ടിട്ട് വഴറ്റുക. അത് മൂത്ത് വരുമ്പോൾ കല്ലുപ്പിടുക. ഇതായി വരുമ്പോൾ ശേഷം നമ്മളെ കായപ്പൊടി ഇത് കഴിഞ്ഞാൽ കുറച്ച് സോപ്പ്. എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടി എരിവ് കൂട്ടുക. പിന്നെ ഇതിൽ എന്ത് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ ഈത്തപ്പഴം, അതല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞങ്ങളിവിടെ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈത്തപ്പഴം കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എന്താവട്ടെ, ശർക്കര നോക്കി ശർക്കര ഇടാം. മക്കൾ അങ്ങനെ മാങ്ങ ഇടുന്നു, ക്യാരറ്റ് ഇടുന്നു, ക്യാരറ്റ് ഇട്ടുണ്ട്, മാങ്ങ ഇട്ടുണ്ട്. ഒന്നൊരു വേവായി കഴിഞ്ഞാൽ നമുക്ക് കൊടംപുളി നാരങ്ങ അരിഞ്ഞ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില്ല 2 ദിവസം മുന്നേ ഞങ്ങൾ നാരങ്ങ ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് നാരങ്ങ അച്ചാറിട്ടിട്ട് ഉണ്ടാക്കുന്നു. അത് ഞങ്ങൾക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റിയില്ല. അടുത്തടുത്താവുമ്പോൾ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് അത് ഗൾഫിൽ പുറത്തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതൊന്ന് തിരക്കിലായ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്തത് നമ്മൾ നാരങ്ങ മുറിച്ച് കടുവത്തിൽ നാരങ്ങ ഇട്ടിട്ട് എല്ലാവരും സെറ്റായിരിക്കുന്നു. എന്താ എൻ്റെ മക്കളെ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാവരും ഉണ്ടാക്കിക്കോളൂ. സൂപ്പറാണ്. അസ്സലാമു അലൈക്കും.